ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. അങ്ങനെ കാന്താര ചാപ്റ്റർ 1 എന്ന സിനിമ തിയേറ്ററുകളിൽ 8 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ സിനിമയുടെ കാത്തിരുന്ന ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റർ സിനിമയുടെ പ്രൊഡക്ഷൻ ഹൗസായ ഹോംബാല ഫിലിംസിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നു. അത് പ്രകാരം 509,25,00,000 എന്ന പേരിൽ ഈ കാണുന്ന ഒരു പോസ്റ്ററാണ് ഇന്ന് ഒഫീഷ്യലായിട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. ആദ്യ ആഴ്ചയിലെ കളക്ഷൻ എന്ന് പറഞ്ഞാണ് ആ കളക്ഷൻ പോസ്റ്റർ പുറത്തു വന്നിരിക്കുന്നത്. എന്നാൽ ട്രാക്കേഴ്സ് കളക്ഷന്റെ അടിസ്ഥാനത്തിൽ 8 ദിവസത്തെ കാന്താര 2 കളക്ഷൻ 472 കോടിയിൽ പരമാണ്. ഇന്നത്തെ കളക്ഷനോടെ മാത്രമേ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് 500 കോടി കടക്കുകയുള്ളൂ. അപ്പോൾ ആദ്യ ഒരാഴ്ച കളക്ഷൻ എന്ന പേരിൽ വന്നിരിക്കുന്ന ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റർ കുറച്ച് പ്രൊമോ ഫിഗേഴ്സ് എല്ലാം തന്നെ കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള പോസ്റ്ററാണ് എന്ന് വ്യക്തമാണ്. എന്തായാലും കാന്താര 2 500 കോടിയിലേക്ക് ഇന്നത്തോടെ കളക്ഷൻ കടക്കാനായിട്ട് ഒരുങ്ങുന്നു. കാത്തിരിക്കൂ കാന്താര 2വിന്റെ കൂടുതൽ വേൾഡ് വൈഡ് കളക്ഷനായിട്ട്. ഇതിനിടയിൽ സിനിമയുടെ കേരള കളക്ഷൻ 33 കോടി പിന്നിട്ടിരിക്കുകയാണ്. രണ്ടാമത്തെ ആഴ്ചയും മികച്ച കളക്ഷനോടെ മികച്ച ഹോൾഡോടെ കാന്താര 2 ഓടിക്കൊണ്ടിരിക്കുന്നു. ഇനി ലാലേട്ടൻ ഡബിൾ റോളിലെത്തിയ ക്ലാസ് മാസം നിറഞ്ഞ കംപ്ലീറ്റ് എന്റർടൈനർ സിനിമ രാവണപ്രഭുവിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് സിനിമ തിയേറ്ററുകളിൽ റീ റിലീസ് ചെയ്തിരിക്കുകയാണല്ലോ. ലാലേട്ടന്റെ 5ാമത്തെ റീ റിലീസ് ചിത്രവും തിയേറ്ററുകളിലെ വൻ തരംഗമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. അതിലുപരി സിനിമ ബുക്കിങ്ങിന്റെ കാര്യത്തിൽ മണിക്കൂർ ട്രെൻഡിൽ വേറെ ലെവൽ ബുക്കിങ്ങും അതോടൊപ്പം തന്നെ റെക്കോർഡെല്ലാം തന്നെ നേടിയെടുത്തിരിക്കുകയാണ്. ഒരു മലയാളം സിനിമയുടെ റീ റിലീസ് റെക്കോർഡാണ് മണിക്കൂർ ടിക്കറ്റ് വിൽപ്പനയുടെ കാര്യത്തിൽ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. 1800-നടുത്ത് ടിക്കറ്റുകൾ മണിക്കൂറിൽ വിറ്റഴിച്ച സമയം വരെ രാവണപ്രഭു എന്ന സിനിമയുടെ ലിമിറ്റഡ് റിലീസിനുണ്ട്. സിനിമ കൂടുതൽ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാനായിട്ട് അണിയറ പ്രവർത്തകർ ശ്രമിക്കുന്നുണ്ട്. കാത്തിരിക്കൂ കൂടുതൽ രാവണപ്രഭു വാർത്തകൾക്ക്.